കൊണ്ട് ഈ വിഷയം ഈ വികസനം തന്നെയാണ് ഇവിടെ ചർച്ച. ഈ വികസനം തന്നെയാണ് ഇവിടെ ചർച്ച. ആ ചർച്ച MLA-മാരെ കോടികൾ ഉപയോഗിച്ച് വാങ്ങുന്ന പാർട്ടിയാണ് BJP. ആഫ്രിക്കയിൽ പോയി ഈ അൻവർ അതൊക്കെ ശരി തന്നെയായിരുന്നു. അന്നത്തെ DYFI സംരക്ഷിക്കുന്നു. അവിടുന്ന് പുകഞ്ഞിട്ട് വിയർത്ത് കുളിച്ചിട്ട് പുറത്തേക്ക് ചാടിയതാണ്. ആ ചാടിയപ്പോ ഞങ്ങൾ എന്തായാലും വേണ്ടെന്ന് പറയണം. പിന്നെ പിടിക്കണ്ടേ, കള്ളക്കടത്ത് പിടിക്കണ്ടേ, പിന്നെ കള്ളക്കടത്തുകാരിങ്ങനെ തുറന്നു വിടുക വേണ്ടത്. ഒന്നല്ല, എന്താ പറയേണ്ടത് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം ഓരോന്നോരോ. നിലമ്പൂർ ഞാൻ തുടങ്ങട്ടെ. നമസ്കാരം. ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലാണ്. ജനാധിപത്യവും ഗ്രാമങ്ങളിൽ നിന്നാണ്. ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചർച്ച തുടങ്ങുന്നത് ഈ ഒരു ഗ്രാമപ്രദേശത്ത് നിന്നാണ്. ഏവർക്കും നമസ്കാരം. ഗൾഫ് മീഡിയ 24-ൻ്റെ നാട്ടുവർത്തമാനത്തിലേക്ക്. നമ്മളിന്നിവിടെ കൂടിയിട്ടുള്ളത് രാഷ്ട്രീയം ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഒരു സൗഹൃദ സംഭാഷണം. വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള രാഷ്ട്രീയവും നിലമ്പൂരിലെ പൊതുവായ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. അത് ഈ ഒരു ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇപ്പോൾ നിലവിലെ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയാൻ? നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ, നിലമ്പൂർ ആദ്യം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനുണ്ടായ സാഹചര്യം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. എന്തിനാണ് ഇവിടെ, എന്ത് വിഷയം ഉന്നയിച്ചാണ് MLA, നിലവിലുണ്ടായിരുന്ന ഇടതുപക്ഷ MLA ഇവിടുന്ന് രാജിവെക്കാനുണ്ടായ സാഹചര്യം? അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ ഇവിടെ കേരള രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷങ്ങൾ ഏറ്റെടുത്തോ, അല്ലെങ്കിൽ മറ്റ് കക്ഷികൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയത്തിൽ കാതലായ വിഷയമുണ്ട്, അതുകൊണ്ട് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഗവൺമെൻറ് ഇടപെടണം എന്നുള്ള നിലപാട് പ്രതിപക്ഷം ഏറ്റെടുത്തോ? ഇല്ലല്ലോ. അദ്ദേഹം തികച്ചും വ്യക്തിപരമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആണ് ഇവിടെ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യം അതിനെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ തികച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസത്തിലാണ് ഈ മണ്ഡലത്തിൽ എന്നല്ല ഏത് മണ്ഡലത്തിലും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ആനുകൂല്യം ലഭിക്കാത്ത കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ വികസനത്തിൻ്റെ കാര്യത്തിൽ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നിലമ്പൂർ മണ്ഡലത്തിൽ നടന്നു കഴിഞ്ഞു. 1400ഓളം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ. എല്ലാ റോഡുകളും നല്ല രീതിയിൽ റോഡ് ടാർ ചെയ്തു, സഞ്ചാരയോഗ്യമാക്കി. നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ കാര്യമെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ പോയി നോക്കിയാൽ അറിയാം, ഒരു ഹൈടെക് ഹോസ്പിറ്റൽ പോലെയാണ് നമ്മുടെ വയോജന വാർഡ് ഒക്കെ പോയി ചെന്ന് കണ്ടാൽ നമുക്ക് അനുഭവപ്പെടുക. ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല എന്ന് വേണ്ട ഒട്ടനവധി മേഖലകളിൽ ഈ ഗവൺമെൻറ്റിൻ്റെ സാന്നിധ്യം കാണാൻ കഴിയും. അപ്പോൾ തികച്ചും വളരെ അധികം ആത്മവിശ്വാസത്തിലാണ് നിലമ്പൂരിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉള്ളത്. അങ്ങയുടെ അടുത്തിരിക്കുന്ന എൻ്റെ സ്നേഹിതൻ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് MLA-യുടെ വ്യക്തിപരമായ കാരണങ്ങളാൽ കൊണ്ടുവന്നതാണ് എന്ന്. അത് തികച്ചും ബാലിശമായ ഒരു അഭിപ്രായമാണ്. കാരണം MLA അന്ന് ഞങ്ങൾക്ക് MLA-യുമായിട്ട് അന്ന് യാതൊരു MLA ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ MLA പറഞ്ഞ കാര്യങ്ങൾ അത് ജനുവിനായിരുന്നു, അത് ജനം ഏറ്റെടുത്തിരുന്നു. കാരണം MLA എന്ന് ഉന്നയിച്ചത് ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനം പാർട്ടി സമ്മതിക്കുന്നില്ല. എന്നെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നിലമ്പൂർ ബൈപ്പാസിന് ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ തന്നെ MLA ആദ്യം ജയിച്ച വർഷത്തിൽ 105 കോടി രൂപ 40 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് ഫ്ലക്സ് വെച്ചവരാണിവർ. അതിനുശേഷം ഓരോ ബഡ്ജറ്റിലും 60 കോടി 100 കോടി 70 കോടി വന്നു. ഇപ്പോൾ ലാസ്റ്റ് വന്നല്ലോ 207 കോടി, 1430 കോടി രൂപയായിട്ടുണ്ട് ഇപ്പം ഈ സർക്കാർ വന്നതിന് ശേഷം നമ്മുടെ ബൈപ്പാസിന് അനുവദിച്ചതായി ഇവർ പറയുന്നു. പക്ഷേ ബൈപ്പാസിനകത്ത് വല്ലതും നടന്നോ? MLA എന്താ പറഞ്ഞത്? ബൈപ്പാസ് കൊണ്ടുവരാൻ ഇവർ തടസ്സം നിൽക്കുന്നു. ഇവർ പറയുന്നത് എന്താണ്? MLA തടസ്സം നിൽക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ നിലമ്പൂരിൻ്റെ 9 വർഷത്തെ വികസനമാണ് ഇവർ തടഞ്ഞത്. അതിൽ യാതൊരു സംശയമില്ല. അതിൽ MLA-ക്ക് വ്യക്തിപരമായിട്ടോ പാർട്ടിക്ക് വ്യക്തിപരമായിട്ടോ സംഘടനാപരമായിട്ടോ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ പ്രശ്നം നിലമ്പൂരിൻ്റെ വികസനം മുരടിച്ചു എന്നുള്ളതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ സർക്കാരിനെ
ആനുകൂല്യങ്ങൾ പറ്റിയെന്ന് പറഞ്ഞാൽ 1000-2000 എത്ര കോടി രൂപയാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. ഈ നിലമ്പൂരിൽ വികസനം എവിടെയാണ് കുറച്ച് റോഡുകൾ ഉണ്ടായി എന്നല്ലാതെ സാധാരണക്കാരൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഇവർ ഇടപെട്ടിട്ടുണ്ടോ? പുതിയതായ ഒരു പദ്ധതി ഇവർ സമർപ്പിച്ചിട്ടുണ്ടോ? കേരളത്തിൽ സമർപ്പിച്ചിട്ടുണ്ടോ? UDF കൊണ്ടുവന്ന പദ്ധതികളെല്ലാം മുരടിച്ച് നിൽക്കുക. നിലമ്പൂരിലെ KSRTC ബസ് സ്റ്റാൻഡിലെ ഏറ്റവും വലിയ ഒരു കെട്ടിടം എല്ലാ പണിയും പൂർത്തിയാക്കി, വയറിങ്ങും പോലും തീർന്നു. ഇനി വളരെ കുറച്ച് കാശ് ചിലവാക്കിയാൽ അത് തുറന്നു കൊടുക്കാമായിരുന്നു. ഇവർ ചെയ്തോ? ഇല്ല. അപ്പം ഇവർ വികസനത്തിൻ്റെ കാര്യത്തിൽ ഇവർ വെക്കുന്ന ന്യായവാദങ്ങളെല്ലാം വളരെ ബാലിശമാണ്. അത് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കേരളത്തിലെ മൊത്തം ജനങ്ങളും ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പും അതുപോലെ ഒരു വലിയ ഭൂരിപക്ഷത്തിന് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരായാലും തിരഞ്ഞെടുക്കപ്പെടും. അതിന് നിലമ്പൂർ ഒരുങ്ങിയിരിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പാലക്കാടൊക്കെ നടന്ന പോലെ ഈ കോൺഗ്രസിലേക്ക് SDPIയുടെ ഒരു പിന്തുണ ഉണ്ടാവുമോ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ? SDPI സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ SDPI സജ്ജമായി കഴിഞ്ഞു. ഇന്നലെ ഞങ്ങൾ മണ്ഡലം തലത്തിലുള്ളൊരു കൺവെൻഷൻ തന്നെ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി നടത്തിയിരുന്നു. അതിൽ ദേശീയ നേതൃത്വം വരെ എത്തിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം മത്സരിക്കാൻ തയ്യാറായിക്കൊള്ളുക എന്നുള്ളതാണ്. അതിനുവേണ്ടി മണ്ഡലത്തിലെ പ്രവർത്തകർ ഒരുങ്ങിക്കഴിഞ്ഞു, അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ MLA രാജിവെച്ചതിനെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ നിലമ്പൂരിൽ ഒരു മത്സരം ഉണ്ടാവാൻ കളമൊരുങ്ങിയത് അവിടെ നിന്നാണല്ലോ. അതിൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ അഭിപ്രായം പറയുകയുണ്ടായി. MLA അന്ന് പറഞ്ഞിരുന്ന വിഷയം യൂസ്ഫാക്ക പറഞ്ഞു അത് ജനങ്ങൾ ഏറ്റെടുത്തിരുന്നു എന്നത്. അതിൽ കാതലായൊരു വിഷയം MLA പറഞ്ഞിരുന്നത് ഇവിടെ ഭരണം നടത്തുന്നത് ഒരു നെക്സസാണ് എന്നാണ്. ആ നെക്സസിൻ്റെ ഭരണം ജനങ്ങൾക്ക് പറ്റിയതല്ല എന്നും അതുകൊണ്ട് തന്നെ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ വരുന്നില്ല എന്നും വർഗീയവാദികൾക്ക് കൂടുതൽ അവസരം ലഭിക്കുന്നു എന്നും എന്നൊക്കെ പറഞ്ഞിട്ടാണ് MLA ആദ്യം ഒരു ചർച്ച ഇവിടെ കൊണ്ടുവന്നത്, പത്രസമ്മേളനമൊക്കെ വിളിച്ചിട്ട്. SDPIയെ സംബന്ധിച്ചിടത്തോളം SDPI 10-30 വർഷത്തോളമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളോട്. ഈ കാര്യം തന്നെയായിരുന്നു ജനങ്ങളോട് പറഞ്ഞിരുന്നതും. അങ്ങനെ പറഞ്ഞ ഒരു വിഷയം MLA ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു MLA ഒക്കെ പറയാൻ തയ്യാറായി എങ്കിൽ അദ്ദേഹത്തെ ഒന്ന് പിന്തുണക്കേണ്ടതുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിച്ചും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിലെ MLAൻ്റെ അവസ്ഥ നോക്കുമ്പോൾ, രാജിവെച്ച MLAൻ്റെ അൻവറിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ നെക്സസിനുള്ളിലേക്ക് തന്നെയാണ് അദ്ദേഹവും ചേക്കേറിയിട്ടുള്ളത്. ഇപ്പോൾ BJP, കോൺഗ്രസ്, ലീഗ്, CPM ഇവരാണ് കേരളത്തിലെ നെക്സസിനെ നയിക്കുന്നത് എന്ന് MLA പറഞ്ഞിരുന്നു. ആ കൂട്ടത്തിലേക്ക് തന്നെ MLAയും ചേക്കേറിയിരിക്കുകയാണ്. അപ്പോൾ SDPIക്ക് പറയാനുള്ളത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മറ്റൊന്നിനെക്കുറിച്ച് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ്. ജനങ്ങൾ അതിന് തയ്യാറായിരിക്കുക. SDPI മത്സരിക്കാൻ ഇവിടെ സജ്ജമാണ് എന്നാണ് SDPIക്ക് പറയാനുള്ളത്. ഇപ്പം ഇവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഇടതുപക്ഷവും വലതുപക്ഷവും അതോടൊപ്പം ഈ മറ്റുള്ള സംഘടനകളൊക്കെ പ്രസ്ഥാനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ താഴെത്തട്ടിൽ നിന്നുമുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. BJP ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് നിലമ്പൂരിൽ നടന്നിട്ടുള്ളത്? ഭാരതീയ ജനതാ പാർട്ടി NDA തികച്ചും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യപരമായി ഉണ്ടായതാണെന്നോ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 5 കൊല്ലത്തേക്കാണ് ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ അവസരവാദ നയമാണ് MLA കാണിച്ചത്. അതിൻ്റെ കാരണങ്ങൾ പലതാകാം. അതിനോട് BJPക്ക് ഒരു യോജിപ്പില്ല, NDAക്കും യോജിപ്പുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും നിലമ്പൂരിൻ്റെ വികസനമാണ് BJP ആഗ്രഹിക്കുന്നത്. നിലമ്പൂരിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. കനോലിപ്പോട്ട് വലിയ ടൂറിസ്റ്റ് മേഖലയാക്കാൻ കഴിയണം. അതുപോലെ തേക്കിൻവശത്തിൽ ടൂറിസ്റ്റുകൾ വന്നാൽ വളരെയേറെ വലുതായി ജനങ്ങൾക്ക് കാണാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ഇപ്പോൾ ആ സംവിധാനമല്ല. അതുപോലെ ഇവിടുത്തെ വ്യവസായങ്ങൾ, ഇപ്പം നിലമ്പൂരിനെ സംബന്ധിച്ചോളം ഏത് വ്യവസായമാണ് ഇവിടെ ഉള്ളത്? ഒരു വ്യവസായം ഇവിടെ ഇല്ല. കാര്യമായിട്ട് നിലമ്പൂരിൽ ഒരു വ്യവസായമൊന്നുമില്ല. കാരണം ഇവിടെ ഫുഡ് കോംപ്ലക്സ് ആണെങ്കിൽ അത് തകർന്നു പോയി. ഇവിടെ മുണ്ടേരി ഫാമാണെങ്കിൽ അത് നഷ്ടത്തിലാണ് ഓടുന്നത്. കുട്ടിക്കട ഫാമാണെങ്കിൽ അത് നഷ്ടത്തിലാണ് ഓടുന്നത്. പുഞ്ചക്കൊല്ലി ഫാമാണെങ്കിൽ അത് നഷ്ടത്തിലാണ് ഓടുന്നത്. എല്ലാം നഷ്ടക്കച്ചവടമാണ്. കടം വാങ്ങി ഇവിടെ തൊലഞ്ഞിരിക്കുന്നു കേരളം. അതുകൊണ്ട് ഈ കേരളത്തിൽ വികസനമാണ് BJP ആഗ്രഹിക്കുന്നത്. അങ്ങനെ വികസനം നടപ്പാക്കാൻ കഴിയുന്ന ഒരാൾ ജയിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കേവലം ഒരു സ്വതന്ത്ര MLA ആയി വന്ന PV അൻവർ ഇന്ന് നിലമ്പൂരിലെ രാഷ്ട്രീയത്തിന് ചുക്കാൻ പിടിക്കുന്ന, അല്ലെങ്കിൽ നിലമ്പൂരിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ PV അൻവറിനെ മുഖ്യധാരയിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് MLAയുടെ ഒരു രാഷ്ട്രീയ കടന്നുവരവിനെ അല്ലെങ്കിൽ നിലമ്പൂരിനെ സ്വാധീനിക്കുന്നത് തിരഞ്ഞെടുപ്പിന്? PV അൻവർ MLA 2016
നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നതും ഏതാണ്ട് 10,000-ഓളം വോട്ടുകൾക്കോടെ വിജയിക്കുന്നതും. പി വി അൻവറിൻ്റെ രാഷ്ട്രീയം ഏതാണ്ട് 9 വർഷക്കാലമാണ് ഇപ്പോൾ നിലമ്പൂരിൽ MLA ആയിട്ട് നിന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചു, പി വി അൻവർ ഉയർത്തിയ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത്, ജനാധിപത്യപരമായി എന്തെങ്കിലും ഉയർത്തിയോ എന്നുള്ളത്. വളരെ ഗുരുതരമായിട്ടുള്ള, അതായത് സമൂഹം അംഗീകരിക്കാത്ത, ജനാധിപത്യ വിശ്വാസികൾ അംഗീകരിക്കാത്ത, മതേതര കേരളം അംഗീകരിക്കാത്ത ഏറ്റവും നീചമായിട്ടുള്ള ആരോപണങ്ങളെയാണ് പി വി അൻവർ പൊളിച്ചടുക്കിയിട്ടുള്ളത്. അത് MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയം, RSSുമായി ബന്ധപ്പെട്ട വിഷയം, തൃശ്ശൂർ പൂരം കലക്കിയ വിഷയം, തൃശ്ശൂർ സീറ്റ് BJPക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് CPMുമായി ഉണ്ടാക്കിയ കരാറുകൾ, അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത്, അതുപോലെ തന്നെ മാഫിയകൾ, ഗുണ്ടാ മാഫിയകൾ, ഒന്നിനും കുറവില്ലാത്ത രീതിയിൽ അക്കമിട്ട് വളരെ കൃത്യമായിട്ട് കേരളത്തിൻ്റെ സമൂഹത്തോട് വിളിച്ച് പറഞ്ഞ ഒരു MLA ആണ് ഇന്ന് UDFൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇതേ ആശയം തന്നെയായിരുന്നു കഴിഞ്ഞ 8 വർഷക്കാലം 9 വർഷക്കാലം UDFൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. CPMൻ്റെ ഈ രാഷ്ട്രീയ കപടത, CPMൻ്റെ ഈ RSS ബന്ധം, CPMൻ്റെ ഈ RSSുമായിട്ടുള്ള ചില കേസുകൾ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള RSSുമായിട്ടുള്ള ലിങ്ക്, ഇത്തരത്തിലുള്ള നെറികെട്ട രാഷ്ട്രീയത്തിനെതിരെയാണ് UDFും ഇത്രയും കാലം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് പി വി അൻവർ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും സ്വീകരിക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെ ഒരു മര്യാദയാണത്. പി വി അൻവർ ഉന്നയിക്കപ്പെടുന്നതും ഐക്യജനാധിപത്യ മുന്നണി ഉന്നയിക്കപ്പെടുന്നതും ആശയങ്ങളൊക്കെ ഏതാണ്ട് ഇപ്പോൾ ഒരേ അവസ്ഥയിലാണ് നിലമ്പൂരിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ട് പറയുകയാണ്, ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ നടക്കില്ല എന്നുള്ള ചർച്ച വേറെ നടക്കുകയാണെങ്കിൽ ഇവിടെ പി വി അൻവർ അടക്കമുള്ള ആളുകൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നിലമ്പൂരിൻ്റെ ചരിത്രം കണ്ടിട്ടില്ലാത്ത ഒരു ഭൂരിപക്ഷം, ഏതാണ്ട് 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമൊന്നും നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ 965 കാലഘട്ടങ്ങൾ മുതൽ ഈ 2021 വരെ കണ്ടിട്ടില്ല. പക്ഷേ അത് കാണാത്ത രീതിയിലുള്ള ഒരു ഭൂരിപക്ഷത്തിന് ഇവിടെ കോൺഗ്രസും മുസ്ലിം ലീഗ് അടക്കമുള്ള ഒരു മുന്നണി സംവിധാനം പോരാടി ഇവിടെ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായ വിലയിരുത്തൽ. പിന്നെ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞു, പി വി അൻവർ വികസനം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ ഒരുപാട് കോടികളെ വികസനം എത്തിച്ചു എന്ന് പറഞ്ഞു. ഈ വികസനം കൊണ്ടുവന്നത് പി വി അൻവർ ആണോ? ആണെങ്കിൽ ഒറ്റ കാര്യം ഇവിടെ യൂസഫാക്ക ചോദിച്ചതുപോലെ ഒറ്റ കാര്യം ഇവിടെ പറയാനുള്ളൂ. ചോദ്യം ആവർത്തനം എന്നുള്ളതുകൊണ്ട് നിലമ്പൂർ ബൈപ്പാസ് വിഷയം ഇപ്പോൾ രണ്ടാമതൊരു ചോദ്യം ആവർത്തനം വരികയാണ്. ഈ ബൈപ്പാസ് വിഷയത്തിൽ ഇപ്പോൾ സ്വീകരിച്ച പൊതുമരാമത്ത് വകുപ്പ് ഫണ്ട് ഉടൻ പാസ്സാക്കുന്നത് ഇത് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ളൊരു ഫണ്ട് പാസ്സാക്കലാണെന്നുള്ളതാണ് ആരോപണം. അതിനു മുമ്പ് പിന്നെ എൻ്റെ സുഹൃത്ത് യൂസഫ്, അതുപോലെ ലീഗിൻ്റെ പ്രതിനിധി എൻ്റെ സുഹൃത്താണ് നിയാസ്, പിന്നെ ഇവരൊക്കെ പറഞ്ഞ ചെറിയ ഓരോ കാര്യത്തിനോട് നമുക്ക് ഒന്ന് പ്രതിപാദിച്ചിട്ട് പോകാമെന്ന് കരുതുന്നു. ഇവിടെ 10-35 വർഷക്കാലമായി ആര്യാടൻ്റെ ഒരു കുത്തക മണ്ഡലമായിരുന്നു നിലമ്പൂർ. അത് തർക്കമില്ല. എന്ത് വികസനമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഏത് കാലത്തും ഇവിടുത്തെ രാഷ്ട്രീയം ഇടതുപക്ഷം വലതുപക്ഷം പറയുന്ന കാര്യമാണ്. 35 വർഷക്കാലം ഭരിച്ചു. CPMൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ബലമാണ് കഴിഞ്ഞ 2016 പി വി അൻവറിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി. അത് സക്സസ് ആയി, അത് വിജയിച്ചു. അതിന് ശേഷമുണ്ടായ വികസനങ്ങളെ ഈ മണ്ഡലത്തിലുള്ളൂ. ഇതിനു മുമ്പ് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ എന്ത് വികസനമാണ് ഇവിടെ ഉണ്ടായിരുന്നത്? പത്താക്ക് തൊഴിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു സംഗതി ഇവിടെ ആര്യാടൻ വർഷങ്ങളോളം മന്ത്രിയായിരുന്നിട്ട് ഇവിടെ പിന്നെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. മറ്റെന്തെങ്കിലും വികസനങ്ങൾ ഇവിടെ ആരോഗ്യരംഗം ആകെ കുത്തഴിഞ്ഞ രൂപത്തിലായിരുന്നു. ഇവിടെ ഈ തൊട്ടടുത്ത് ഇവിടെ ഒരു പിന്നെ ആരോഗ്യ കേന്ദ്രം ഇവിടെ ഉണ്ട്, ഒരു ഡോക്ടറുണ്ട്, ഒരു നഴ്സുണ്ട്, ഇഷ്ടംപോലെ മരുന്നുണ്ട്. അത്യാവശ്യം മരുന്നുകളൊക്കെ ഇവിടുന്ന് ലഭ്യമാണ്. ഇനി എന്തെങ്കിലും മേജർ ആവശ്യം വരികയാണെങ്കിൽ മാത്രം നമ്മളെ ജില്ലാ ആശുപത്രിയെ സമീപിച്ചാൽ മതി. ഇവിടുന്ന് 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചക്കാലക്കുത്ത് പറഞ്ഞു വരുമ്പോൾ ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാത്രം മാറ്റിയിട്ടുള്ളൂ എന്നുള്ളൊരു ഭാഗം കൂടി. അത് ആരോപണം, തികച്ചും ആരോപണം മാത്രമാണ്. നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കണം. ഈ മാധ്യമങ്ങൾ പിന്നെ ലാണ്ടർ കേട്ടല്ല, പിന്നെ മാധ്യമങ്ങൾ എന്നും ഈ പാർട്ടിക്കും ഈ ഇടതുപക്ഷ സർക്കാരിനും എതിരാണ്. ഈ മാധ്യമങ്ങളാണ് ഇതുവരെ അൻവറിനെതിരെ അല്ല പറയാതിരിക്കാൻ വയ്യ. മാധ്യമങ്ങളാണ് ഇയാൾ പിന്നെ സർക്കാർ ഭൂമിയിൽ പിന്നെ
പരിസ്ഥിതി ലോല മേഖലയിൽ തടയണ കെട്ടി അനധികൃതമായി പാർക്കുണ്ടാക്കി അന്ന് ഇത് ഇയാൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായപ്പോൾ ഉണ്ടായ ആരോപണങ്ങളാണ്. ഇപ്പം നേരെ മറിഞ്ഞ് ഇടതുപക്ഷത്തിനെതിരായി അൻവർ വന്നപ്പോൾ ഉണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കണം. മാധ്യമങ്ങളും അയാളുടെ കൂടെ ഇപ്പം ഈ പറഞ്ഞ പിന്നെ കോൺഗ്രസും അയാളുടെ കൂടെ. അപ്പം തടയണയും പ്രശ്നമല്ല, അപ്പം പാർക്കും പ്രശ്നമല്ല. അയാൾ പ്രധാനമായിട്ടും ഉന്നയിച്ച ഒരു വിഷയമുണ്ട്. ഇവിടെ കരിപ്പൂര് വഴി സ്വർണ്ണക്കടത്ത് നടത്തുന്നു, അത് മുഴുവൻ ഇവിടുത്തെ പിടിക്കപ്പെടുന്നു. സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് കൂട്ടുനിൽക്കുക എന്നല്ല, ഇയാളെ ബിലാമി ആളുകളാണ് ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്നത് എന്നല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത്. സ്വർണ്ണക്കടത്ത് നടത്തുന്നു, അത് ഇവിടെ പിടിക്കപ്പെടുന്നു. ഇതാണ് ഇത്തരം ആഭ്യന്തര വകുപ്പാണ് ഇവിടെ എന്നല്ലേ. ഈ സ്വർണം പിടിക്കേണ്ടതാണോ? ഈ സ്വർണങ്ങൾ മുഴുവൻ പിടിക്കേണ്ടതാണോ? കള്ളക്കടത്ത് നടത്തുന്നവർക്ക് ഈ സ്വർണം വിട്ടുകൊടുക്കണം എന്നാണോ പറയുന്നത്? കുറ്റകൃത്യങ്ങൾ പിടിക്കപ്പെടണ്ടേ? പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് അല്ലല്ലല്ല, ഞാൻ സമയം നോക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ധാരാളം അവസരം തരാം, ധാരാളം അവസരം. ഓരോ മേഖല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാലും, ഓരോ മേഖല എടുത്ത് എണ്ണി പരിശോധിക്കാം. നിങ്ങളെ വിദ്യാഭ്യാസ മേഖല കണ്ടോ? ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ചിരുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ഓണം നേരത്തെ വന്നതുകൊണ്ട് കുട്ടികൾക്ക് പരീക്ഷ നടത്താൻ പറ്റില്ല എന്നുള്ള വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ ആ വിദ്യാഭ്യാസം ഇന്ന് ഓരോ പൊളിഞ്ഞു വീഴായ സ്കൂളുകൾ ഹൈടെക്കായി മാറിയിട്ടുണ്ട്. ആരോഗ്യ മേഖല, ഈ വികസനം തന്നെയാണ്. വികസനം ചർച്ച ചെയ്യണം. ഈ വിഷയം വികസനം തന്നെയാണ് ഇവിടെ ചർച്ച. ഈ വികസനം തന്നെയാണ് ഇവിടെ ചർച്ച. ആ ചർച്ച